അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ താഴികക്കുടങ്ങൾ വീണ്ടും ഭാരതീയരായ മുഴുവൻ ആളുകളുടെയും സ്മൃതിപഥത്തിലേക്ക് കടന്നുവരികയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ, മിനാരങ്ങൾ വീണ്ടും രാജ്യത്തെ സ്നേഹിച്ച ഭാരതീയരായ മതേതര വിശ്വാസികളായ മുഴുവൻ ആളുകളെയും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ വിധിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളെ മുഴുവനും 92 ഡിസംബർ 6 ഏറ്റവും വലിയ ദുഃഖത്തിലാഴ്ത്തിയ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് ആഗോളതലത്തിൽ അപമാനം ചാർത്തപ്പെട്ട ആ സംഭവം ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്നും സ്മൃതിപഥത്തിൽ നിന്നും ഒരിക്കലും മാഞ്ഞുപോവുകയില്ല. പക്ഷെ സുപ്രീം കോടതി 1/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോഴാണ് ധാരാളം അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളെല്ലാം പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കപ്പെട്ടതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം പരമോന്നത കോടതിയോട് വീണ്ടും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആദരവ് തോന്നിപ്പിക്കുന്ന ഒരു വിധി പ്രഖ്യാപനമുണ്ടായത്. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പ്രതീകമായ, രാജ്യം ഉയർത്തിപ്പിടിച്ച വൈവിധ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമായ, ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഇടമെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന, നൂറ്റാണ്ടുകളോളം അള്ളാഹുവിന് സുജൂദ് ചെയ്യപ്പെട്ട ആ പള്ളി നമ്മുടെ കൺമുന്നിൽ തകർക്കപ്പെട്ട് രണ്ടര പതിറ്റാണ്ട് പിന്നിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ് രാജ്യത്തെ മതേതര വിശ്വാസികളെ മുഴുവനും സന്തോഷിപ്പിക്കുന്നത്. അതെന്താണ്? ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുടെ മതേതര ഭാവത്തെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു അത്. ഡിസംബർ 6 ആഘോഷിക്കുന്ന ഒരു വിഭാഗമുണ്ടായിരിക്കാം. പക്ഷേ ഡിസംബർ 6 വിഭജനത്തിന് ശേഷം ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ കരിദിനമാണ് എന്ന് ഭാരതത്തെ തിരിച്ചറിഞ്ഞ, ഭാരതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ, ഭാരതത്തിന്റെ പാരമ്പര്യവും ഭാരതത്തിന്റെ മുന്നേറ്റവും ഭാരതത്തെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടിയ മതേതര ഭാവത്തെ പിടിച്ചുകുലുക്കിയെന്ന് രാജ്യത്തിന്റെ ഏറ്റവും ആദരണീയമായ കോടതി പ്രഖ്യാപിക്കുമ്പോൾ, ഈ വിധി പ്രഖ്യാപനത്തിന്റെ ഇനി വരുന്ന നാളുകളിൽ എന്തൊക്കെ അട്ടിമറികൾ സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു പക്ഷെ സംഭവിച്ചേക്കാം. അതൊക്കെ സംഭവിച്ചാൽ പോലും രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇന്ത്യ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വിധിയായിരിക്കുന്നു ഇത്. കാരണം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയെ എപ്പോഴും ലോകം വിലയിരുത്തുന്നത് 92 ഡിസംബർ 6 ശേഷവും മുമ്പും എന്നുള്ളതാണ്. 96 ഡിസംബറിന് ശേഷമുള്ള ഇന്ത്യയും അതിനു മുമ്പുള്ള ഇന്ത്യക്കും വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ അലയൊലികളാണ് ഇന്ന് രാജ്യത്ത് ഇന്നും സംഭവിക്കുന്ന പലതിന്റെയും അടിസ്ഥാനപരമായ കാരണം. ബാബരി മസ്ജിദ് ചരിത്രത്തെയും, ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രത്തെയും വർത്തമാനകാലത്തെ രാജ്യത്തിന്റെ അപജയത്തെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം തന്നെയാണ്. സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജസ്റ്റിസ് MS ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ മുന്നിൽ വെക്കപ്പെട്ടതാണ്. അത് വെച്ചിട്ട് പതിറ്റാണ്ട് പിന്നിട്ടു. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ ബാബരി മസ്ജിദിന്റെ തകർച്ച അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നല്ല, പ്രതീകാത്മകമായ ഒരു കർസേവക്ക് വന്ന ആളുകളിൽ നിന്നുള്ള വികാരപ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടായതല്ല. ആ റിപ്പോർട്ട് കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. രാജ്യത്തെ സേവിക്കേണ്ടവരും രാജ്യത്തിന്റെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് പലപ്പോഴും രാജ്യത്തിന്റെ പൊതുമുതൽ ആസ്വദിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളുടെ അതിനിഗൂഢമായ പദ്ധതിയുടെയും ഗൂഢാലോചനയുടെയും ഭാഗമാണ്. ആ ഗൂഢാലോചന കുറ്റം എടുത്തുമാറ്റുകയും സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞ് അത് നിസ്സാരപ്പെടുത്തിയിട്ട് കുറ്റവാളികൾക്ക് ഒഴിഞ്ഞു മാറാനും രക്ഷപ്പെടാനുമുള്ള വഴി തുറന്നിട്ടെടുത്താണ് സുപ്രീം കോടതി 142 എന്ന് പറയുന്ന പ്രത്യേക വിവേചനാധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കി കൊടുത്ത കീഴ്ക്കോടതി വിധിയെ നിരാകരിച്ചുകൊണ്ട് ഗൂഢാലോചന കുറ്റം ചുമത്തി വിചാരണ നേരിടണമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
പള്ളി എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഓരോ മതവിശ്വാസികൾക്കും അവരുടെ ആരാധനാലയങ്ങൾ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതിന് ധാരാളം മാനങ്ങളുണ്ട്. ഏതായിരുന്നാലും പള്ളി പൊളിയന്മാരെ കുറിച്ച് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹി ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും മൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം. സൂറത്തുൽ ബഖറയിലെ 114-ാമത്തെ വചനം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. പള്ളികളിലേക്ക് വരുന്ന വിശ്വാസികൾക്ക് ആരാധനാ കർമ്മം തടയുന്നവരെക്കാളും അക്രമികൾ ആരാണ്? പ്രപഞ്ചത്തിന്റെ നാഥനായ സൃഷ്ടാവിനെ ഓർക്കുവാനും സ്മരിക്കുവാനും ആ സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ ആത്മീയവും സാമൂഹികവും ജീവിതത്തിന്റെ വ്യക്തിപരവുമായ ഔന്നിത്യത്തിലേക്ക് ദിശ കാണിച്ചു കൊടുക്കുന്ന വിശുദ്ധ പള്ളികളെ തടയുന്നവർ അവരെക്കാളും വലിയ അക്രമികൾ ആരാണ്? വസആ ഫീ ഖറാബിഹാ, പള്ളി പൊളിക്കാനും പള്ളിയെ നശിപ്പിക്കുവാനും കച്ചകെട്ടി ഇറങ്ങിയവരെക്കാളും ലോകത്ത് അക്രമികൾ ആരാണ്? ഉലൈക മാ കാന ലഹും മൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ, ആ പള്ളികളിലേക്ക് ഭയത്തോടുകൂടെയല്ലാതെ അവർക്ക് കടക്കാൻ കഴിയില്ല. ഉലൈക ലഹും ഫിദ് ദുനിയാ ഖിസ്യുൻ, അവർക്ക് ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നിന്ദ്യമാണ് അവരുടെ ജീവിതം, നിസ്സാരമാണ് അവരുടെ ജീവിതം. കാരണം പള്ളി പൊളിച്ചതിന്റെ ലാഭങ്ങൾ പലവരും കൊയ്തെടുക്കുമ്പോഴും സ്വന്തം സമുദായത്തിലെ യഥാർത്ഥ വിശ്വാസികൾ പോലും ഈ പള്ളി പൊളിയന്മാരെ ഒരിക്കലും അംഗീകരിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനേക്കാളും വലിയ നിന്ദ്യത്തരം വേറെ ഏതാണ്? ലഹും ഫിദ് ദുനിയാ ഖിസ്യും വഫിൽ ആഖിറതി അദാബുൻ അളീം, പരലോകത്തവരെ കാത്തിരിക്കുന്നത് അതിഗുരുതരമായ കഠിനകഠോരമായ ശിക്ഷയാണ്. ഇപ്പൊ പള്ളി പൊളിച്ച ആളുകളെ വിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. പള്ളി മുസ്ലിമീങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഭൂമിയിലെ ആദ്യത്തെ നിർമ്മാണം പള്ളിയുടേതാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. കഅബാലയത്തിന്റെ നിർമ്മാണമാണ് ഭൂമിയിൽ ആദ്യമായി നടന്ന നിർമ്മാണ പ്രവർത്തനം. നമുക്കറിയാം. രണ്ടാമതായി 40 വർഷത്തിന് ശേഷം ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം മറ്റൊരു വൻകരയുടെ അതിർത്തി പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റൊരു കെട്ടിടവും അത് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയാണ്. ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പ്രവാചകന്മാരുടെ നേതാവും ലോകത്തെ മനുഷ്യരുടെയും ജിന്നുഭൂതവർഗങ്ങളുടെയും ലോകത്തിന്റെ നേതാവ് മക്കയിൽ നിന്ന് ജീവിതം ദുസ്സഹമായി മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിലെ അതിർത്തിയിൽ റബീഉൽ അവ്വൽ 53-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 8-ാമത്തെ ദിവസം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി മദീനയിൽ നിന്ന് 2 മൈലുകൾക്കപ്പുറത്തുള്ള ഹറ എന്ന് പറയുന്ന പ്രദേശത്തെത്തിച്ചേർന്നു. 500ഓളം വരുന്ന മദീന നിവാസികൾ അവിടെ സ്വീകരിക്കാൻ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകർ ആ 8 മുതൽ 12 വരെയുള്ള ദിവസങ്ങൾ, വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകർ അവിടെ താമസിച്ചു. ആ താമസത്തിനിടയിൽ 5 ദിവസത്തിനിടയിൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി കിടക്കാൻ ഒരു വീടല്ല നിർമ്മിച്ചത്, വ്യാപാരം നടത്താൻ ഒരു മാളും ഒരു സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചല്ല അള്ളാഹുവിന്റെ പ്രവാചകർ അന്വേഷിച്ചത്, അല്ലെങ്കിൽ ഒരു കലാലയം സ്കൂളിനെ കുറിച്ചല്ല അന്വേഷിച്ചത്. 5 ദിവസത്തിനിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകരുടെ നേതൃത്വത്തിൽ സ്വഹാബത്തും അതുപോലെ നാട്ടുകാരും ഒരു പള്ളി നിർമ്മിച്ചു. മസ്ജിദുൽ ഖുബാ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ്. അള്ളാഹു നമുക്ക് അവിടെ സന്ദർശിക്കാൻ തൗഫീഖ് നൽകട്ടെ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാൽ, തഖ്വയിൽ അധിഷ്ഠിതമായി നേരത്തെ സ്ഥാപിക്കപ്പെട്ട പള്ളി എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് പള്ളിക്ക് മുസ്ലിമീങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഇത് നൽകുന്ന ഒരു മെസ്സേജ് കൂടെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരു നാട്ടിലും ഒരു ഗ്രാമത്തിലും വീടെടുക്കാനും താമസത്തിനും വരുന്ന ഒരു മുസ്ലിം ആദ്യം പരിഗണിക്കേണ്ടത് അവിടെ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും കോളേജും സ്കൂളുകളോ എന്നല്ല. കാരണം ഇതെല്ലാം ഒന്നിലേക്കുള്ള മാധ്യമങ്ങളാണ്. പ്രപഞ്ചത്തിന്റെ നാഥനെ പ്രണയിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ അടിമയെന്ന ഏറ്റവും വലിയ പോസ്റ്റിലേക്ക്, മഹത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് ഭൗതിക ലോകത്തെ അള്ളാഹു ഒരുക്കിത്തന്ന സംവിധാനം. പക്ഷേ ലക്ഷ്യം റബ്ബിനിക്ക് ഇബാദത്തെടുത്ത് ജീവിക്കലാണ്. അതുകൊണ്ട് പള്ളിക്ക് കൊടുക്കുന്ന പ്രാധാന്യം അതാണ്.
മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബീ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹുവിനിക്ക് ഏത് പ്രദേശത്തു നിന്നും ഏറ്റവും ഇഷ്ടമുള്ള ഇടം അത് പള്ളിയാണ്. അതേസമയത്ത് അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള സ്ഥലം അത് മാർക്കറ്റും അങ്ങാടിയുമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാലിക് ദീനാർ റഹിമഹുള്ള പറയുന്ന ഒരു കാര്യമുണ്ട്. ബലഗനി, എനിക്ക് വളരെ സ്വഹീഹായ വഴിയിലൂടെ എത്തിച്ചേർന്ന ഒരു ഹദീസ്, ഒരു ഖുദ്സിയായ ഹദീസ്. അല്ലാഹു പറയുകയാണ്, പടച്ചവൻ പറയാണ്, എന്റെ അടിമകളെ ശിക്ഷിക്കാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ആ കോലത്തിൽ ജീവിച്ചു പോകുന്ന മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോഴും പള്ളി പരിപാലിക്കുന്ന ആളുകളിലേക്ക് ഞാൻ നോക്കുന്നു. ഖുർആനിന്റെ മുന്നിലിരിക്കുന്ന ആളുകളിലേക്ക് ഞാൻ നോക്കുന്നു, ഞാൻ അവരെ കാണുന്നു. ഇസ്ലാം, മുസ്ലിമീങ്ങളായ ചെറിയ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത കുഞ്ഞുങ്ങളെ ഞാൻ കാണുമ്പോഴാണ് എന്റെ കോപം അടങ്ങുന്നത്, ഈ അദാബിനെ ഞാൻ ഉയർത്തിക്കളയുന്നത് എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ചില മഹാന്മാര് പറഞ്ഞു, പള്ളിയുടെ ഇടം എത്രയാണ് സഹോദരന്മാരെ? പള്ളി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശം അലങ്കരിക്കപ്പെട്ടതുപോലെയാണ്. അഥവാ ആകാശ ലോകത്ത് നിന്ന് മാലാഖമാർ ഭൂമിയിലേക്ക് നോക്കുമ്പോ ഭൂമിയിൽ ജ്വലിച്ചു നിൽക്കുന്ന കേന്ദ്രങ്ങൾ അത് പള്ളികളാണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് പള്ളി വളരെ മഹത്വമുള്ള കേന്ദ്രമാണ്, ആദ്യം സ്ഥാപിക്കപ്പെട്ട കേന്ദ്രമാണ്. ആദ്യം മുസ്ലിമായ ആൾ ചിന്തിക്കേണ്ടതും പള്ളിയെക്കുറിച്ചാണ്. ഒരു കാര്യം കൂടെ, പള്ളിയുടെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും. അതെന്താണ് സഹോദരന്മാരെ? മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, പള്ളിയുടെ ഇമാറത്ത് അത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ഇമാറത്ത് നഷ്ടപ്പെടുമ്പോഴാണ് പലവരും പള്ളികളിലേക്ക് കയ്യേറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പള്ളിയുടെ യഥാർത്ഥ ഇമാറത്ത് നിർമ്മാണമോ മെയിന്റനൻസോ മാത്രമല്ല, അതൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമാറത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ ആ പള്ളിയിൽ നിസ്കാരമടക്കമുള്ള ആരാധനകളിൽ വ്യാപൃതരാവുക എന്നുള്ളതാണ്. പള്ളിയുടെ അടയാളമാകുന്ന, പള്ളിയുടെ ഐഡന്റിറ്റിയാകുന്ന, മുസ്ലിമിന്റെ അഡ്രസ്സാകുന്ന, മുസ്ലിം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവനെന്നാണ് നമ്മൾ പഠിച്ചത്. നിസ്കരിക്കാത്തൊരു മുസ്ലിമും നിസ്കരിക്കുന്ന ഒരു മുസ്ലിമും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ നിസ്കാരമെന്ന ആരാധന കർമ്മം വിശ്വാസികളായ നമുക്ക് അള്ളാഹു കൈമാറിയതിന്റെ ഒരു രൂപം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പ്രഥമ പള്ളിയിൽ നിന്ന് തുടങ്ങി രണ്ടാമത്തെ പള്ളിയിൽ ഇടത്താവളമാക്കിയിട്ട് അവിടെ നിന്ന് ഏഴാകാശവും താണ്ടി അർശും കുർശും എല്ലാം താണ്ടിയിട്ട് പ്രപഞ്ചത്തിന്റെ നാഥനായ സിട്ടാവായ അള്ളാഹുവിന്റെ സവിധത്തിലെത്തിയപ്പോഴാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി മെഹബൂബായ അള്ളാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് സമ്മാനമായി ഉമ്മത്തിന്, ലോകത്തിന്, സമുദായത്തിന് നൽകപ്പെട്ടതാണ് 5 വഖ്ത് നിസ്കാരമെന്ന് നാം മനസ്സിലാക്കണം. ആ ദിനത്തിന്റെ വാർഷികമാണ് ഈ തിങ്കളാഴ്ച രാവ്. ഇസ്റാ മിഅ്റാജിന്റെ രാവ് കടന്നു വരികയാണ്. മഅദിൻ ചെയർമാൻ ഖലീൽ തങ്ങൾ ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഉസ്താദിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടക്കുന്ന റജബിലെ സ്വലാത്ത് ആത്മീയ സംഗമം റജബ് 27 രാവിനാണ്. ഈ 27 രാവിന് ഒരു പ്രത്യേകത കൊണ്ട് തിങ്കളാഴ്ച രാവിലായിരുന്നു ഇസ്റാ മിഅ്റാജ്. ഈ പ്രാവശ്യത്തെ 27 രാവ് തിങ്കളാഴ്ച രാവിലാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരമെന്ന് പറയുന്ന പള്ളിയുടെ ഇമാറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാകുന്ന ആ 5 വഖ്ത് നിസ്കാരം നമ്മളിലേക്ക് അള്ളാഹു നൽകിയത് അത് മാലാഖമാരുടെ വാസിത്തയിലൂടെയല്ല, ഡയറക്റ്റ് ആണ്. മറ്റു ഇബാദത്തുകളൊക്കെ നമുക്ക് ലഭിച്ചത് ഒരു പക്ഷേ വഹി മുഖേന മാലാഖമാരിലൂടെയാണ്. നേർക്കുനേർ അള്ളാഹു ഹബീബിന്റെ കയ്യിലേക്ക് പ്രവാചകന്മാരുടെയും ലോകത്തെ മനുഷ്യരുടെയും പ്രതിനിധികളായി പ്രപഞ്ചത്തിന്റെ നാഥനെ ജീവിതകാലത്തൊന്ന് കാണാനുള്ള സൗഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ പള്ളി പൊളിയന്മാർക്കെതിരെ കോടതി വിധി വരുമ്പോഴും അതുപോലെ തന്നെ പള്ളി പൊളിക്കുന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ചില ആളുകളെങ്കിലുമൊക്കെ ലോകത്ത് ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ പള്ളിയെ പരിപാലിച്ച് കാണിച്ചു കൊടുക്കണം. അതെന്താവട്ടെ, 5 വഖ്ത് നിസ്കാരത്തെക്കുറിച്ചുള്ള ഒരു കാര്യബോധം നിസ്കാരക്കാർ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ വിശേഷണമൊത്ത നിസ്കാരക്കാർ കുറഞ്ഞു വരുന്നു. ലോകത്തിന് നല്ല മനുഷ്യരെ സമ്പാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അത് പള്ളികളാണ്. പക്ഷേ നമ്മുടെ നിസ്കാരത്തെ നമ്മൾ സൂക്ഷ്മമായി നിലനിർത്തുക.
നിരീക്ഷിക്കുക. ആ നിസ്കാരത്തിലെ പാകപ്പിഴവുകൾ, പോരായ്മകൾ, ഖുശൂഇന്റെ കുറവ്, നിസ്കാരം കൊണ്ട് ലക്ഷ്യമാക്കുന്ന ഇലാഹി ചിന്തക്കുള്ള കുറവ്, ഇതെല്ലാം ഒന്ന് വിലയിരുത്താൻ പറ്റിയ സമയമാവട്ടെ ഈ സമയമെന്ന് സൂചിപ്പിച്ച് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.